ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കാഷ്വൽ ഡേ ഔട്ട് പോലെയാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഗൂഗിളും അമ്മയും പോയി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ഞാൻ എന്താ ഇതിനകത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. എനിക്ക് ആക്ച്വലി എൻ്റെ അമ്മയുടെ വല്യമ്മ മരിച്ചു പോയി, കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ 16 കഴിയുന്നവരെ നമുക്ക് വാലായ്മ ഉണ്ടല്ലോ, അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി വിളിക്കാൻ വെച്ചു. അവർ പോയി തൊട്ടിട്ടൊക്കെ വരും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടി ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ കാര്യം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും കാഷ്വലി എന്തെങ്കിലും പോകുന്നെങ്കിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി ചുമ്മാ എന്തായാലും കുറേ നാളെ അങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് ഇറങ്ങിയിട്ട്, അപ്പോൾ അതൊന്ന് വ്ലോഗ് ചെയ്ത് നിങ്ങളായിട്ട് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ പോന്നോളൂ. ഓക്കെ, നല്ല ചൂടുണ്ട്. വണ്ടിക്കകത്തിരുന്ന് ഒഴുകുക. നല്ല വെയിലും ചൂടും. ഇപ്പോൾ മണി എത്രയും 11:45 കേട്ടോ ടൈം. നമ്മൾ കൊഞ്ചിലുള്ള ദേവീക്ഷേത്രത്തിലും പോകും കേട്ടോ. അവിടെ നിന്നാണ്, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ചായ വല്ലതും കുടിച്ചിട്ട് നമ്മൾ പോകും. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി പുറത്തിറങ്ങേണ്ടി വരും, കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ എന്തായാലും വഴിയെ പറയാം. ഓക്കെ, എത്തി അമ്പലത്തിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രൊവിഷൻസ് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സപ്ലൈകോയിലും അങ്ങനെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. സോ അതിൻ്റെ ഷോപ്പിംഗ് ആയിട്ട് വേറെ ഒരു ചില്ലറ കാര്യങ്ങൾ കൂടിയുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തരാം. സപ്ലൈകോയിൽ നിന്ന് സാധനം എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ല ഗൈസ്, എല്ലാം തീർന്നു. ഇനി വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. ഇപ്പോൾ സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിടാരത്ത്, തിരുമല കഴിഞ്ഞ് പിടാരം സ്ഥലമുണ്ടല്ലോ, അറിയാം, ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും. അവിടെ ഗൂഗിളിൻ്റെ കുഞ്ഞമ്മ വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അത് ആക്ച്വലി സെൻട്രൽ ബസാറിൻ്റെ സബ്ബായിട്ട് വരുന്ന ഷോപ്പാണ്, വനിതം എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ പോയാണ് നമ്മൾ പ്രൊവിഷൻസൊക്കെ വാങ്ങിച്ചത്. എല്ലാത്തിനും MRPയേക്കാളും റേറ്റ് കുറവാണ് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറേ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നൈറ്റ് നമ്മൾ സ്മാർട്ട് ബസാറിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, മറ്റിടത്ത് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ. സോ അവിടെ പോയപ്പോൾ ഇതുപോലെ കുറച്ച് ഓർഗനൈസേഴ്സ് കണ്ടു കേട്ടോ. ഇത് സെറ്റായിട്ട് 99 രൂപയ്ക്ക് വരുന്നതായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഓഫറിനുള്ള സോപ്പും പിന്നെ ഇതുപോലെ 2-3 ഓർഗനൈസേഴ്സും ഒക്കെ മേടിച്ചിട്ട് ഞാൻ അതൊക്കെ ഇരുന്ന് അറേഞ്ച് ചെയ്തു സാധനങ്ങൾ വയ്ക്കാൻ, എൻ്റെ ഡ്രോയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനത്തെ ഓർഗനൈസേഴ്സ് ആയിരുന്നു. യെസ്, അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നലത്തെ ഒരു കുട്ടി വ്ലോഗ്. ചെറിയ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇനി കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഇരുന്നിട്ട് ഞാൻ കാണിച്ചല്ലോ, അതൊക്കെ ടേബിളിലെ കുറച്ച് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്തു. ഇനി ഡ്രോയിലുള്ള കുറച്ച് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനുണ്ട്, അതും കൂടിയൊക്കെ ഒന്ന് സെറ്റപ്പാക്കി വയ്ക്കണം. ദെൻ വാഷ് ചെയ്ത തുണികളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് മടക്കി അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കണം. ദെൻ ക്ലീനിങ് കഴിഞ്ഞു, തൂത്തൊക്കെ കഴിഞ്ഞു ക്ലീനിങ്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വാഷ് ചെയ്യണമല്ലോ, അതൊക്കെ ചെയ്യണം, ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ഈ പണിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലല്ലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എത്ര മടിക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എന്തിനാ? സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, പിന്നെ നിങ്ങൾക്കുള്ള വീഡിയോ സജഷൻസ് ഒക്കെ പറയൂ. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോസായിട്ട് പിന്നെയും കാണാം. ടിൽ ദെൻ ബൈ.